ബാക്കിയുള്ളവരെ പോലെ അല്ല, എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് ആസിഫ്. അതിൻ്റെ ഇടയിലാണ് ആദര കയറി വരുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നോട് കാണിച്ചൊരു ഇഷ്ടം കുറച്ച് കുറഞ്ഞ് പിന്നെ അവളോടൊട്ട് പോയി എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. അതിൻ്റെ ഒരു അസൂയ എനിക്കുണ്ട്. ചെറിയ വലിയ അസൂയ. ഇപ്പോൾ ആസ് എ ഫാമിലി അങ്ങനെയാണ്, നമ്മളൊരു കുടുംബം എന്ന പോലെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ആസിഫ് വന്നു കഴിഞ്ഞാൽ ആസിഫിനെ എന്താ പറയുക, അച്ഛനമ്മയ്ക്കും എന്നെ പോലെ തന്നെ വേറൊരു മകൻ. ആസിഫിന് വീട്ടിൽ പോയാലും തിരിച്ചു അങ്ങനെ തന്നെ. ഇങ്ങനൊരു മൊമെന്റിൽ ആസിഫിന്റെ ലൈഫിലേക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ വണ്ടിക്ക് അത് വെച്ച് ഞങ്ങളോട് പറഞ്ഞു വൈകിട്ടൊരു ജംഗ്ഷനിലൊക്കെ ഇപ്പോൾ എന്നെ ഇവിടെ ഇറക്കിക്കോ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് എനിക്ക് പോകുന്ന വണ്ടിയൊന്നുമില്ലല്ലോ, അതെന്നെ പിക്ക് ചെയ്യാൻ ഒരാൾ വരുന്നത് നോക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചൊരു പെൺകുട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആസിഫിനെ നോക്കി, ആസിഫ് അപ്പോൾ ആസിഫ് അതെ അതെ ഞാൻ റിലേഷൻഷിപ്പ് നല്ലൊരു പെൺകുട്ടിയാണ്. പോയിട്ട് പിന്നെ ബാക്കി പിന്നെ പറയാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എവിടെ ഹെൽമെറ്റ് ഒക്കെ തട്ടി ഹായൊക്കെ പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ പോയി. അപ്പത്തേക്ക് വിമല പറഞ്ഞു അവലൊക്കെ കേട്ടോ, അവലൊക്കെ പുതിയ സ്റ്റെപ്പാണ് ലൈഫിലേക്കുള്ള. നിങ്ങൾക്ക് രണ്ടുപേർക്കും അന്യോന്യം സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കട്ടെ. എന്നോ ഒരു ദിവസം ഒരു കാഷ്വൽ ടോക്കിനോട് ആസിഫിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളത്. അവൻ കുറെ നാൾ മുമ്പ് അവൻ ഭയങ്കരമായിട്ട് ഉള്ളു തുറന്നൊരു മൊമെന്റിൽ അവന്റെ വായിൽ വീണു പോണതാണ്. കാരണം അവൻ ഒട്ടും ഓപ്പൺ ആവാത്തൊരു ബുക്കാണ്. അപ്പോ ഐ തിങ്ക് യു ഹാവ് ഓപ്പൺഡ് ഇറ്റ്. ഓക്കേ ഗേൾസ്, കലാപരിപാടികൾ ആരംഭിക്കാൻ കേട്ടോ. പൊളിക്കാനാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത്.